ആ അവിടെ ബാങ്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടെ ടോക്കൺ അല്ലേ, അപ്പൊ ഞാൻ കുറച്ച് വൈകിപ്പോയി. അത് തന്നെ. പൈസ എന്ത് ഇപ്പൊ കഴിഞ്ഞ മാസം ഈ മാസമൊക്കെ വളരെ കുറച്ചല്ലേ വന്നത്. എന്താവും അറിയുന്നില്ല. അവളെന്തോ അവനെ വിളിച്ച് പറഞ്ഞെന്ന് എനിക്കൊരു സംശയമുണ്ട്. അവളിപ്പോ 2-3 മാസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അവളെ പേരിട്ട് പണം അയക്കുന്നില്ല. ഒരുമാതിരി തോന്നിയ മാസം മാത്രം പറയരുത്. ഞാൻ എന്താ വിളിച്ച് പറഞ്ഞു കൊടുത്തെന്നാ പറയുന്നേ? അല്ല, ഇപ്പൊ അവൻ ഇപ്പൊ 2 മാസമായിട്ട് വളരെ കുറവാണല്ലോ കാശൊക്കെ വിടുന്നത്. നീയല്ലേ ഇവിടെ നിന്ന് പറഞ്ഞത്, അടുക്കളയിൽ കിടന്ന് ബഹളം വെച്ചത്, എന്താ നിനക്ക് പൈസ വരുന്നില്ല, എന്റെ പേരിലാണ് വരുന്നതെന്നൊക്കെ. ഞാനൊരു കാര്യം പറയാം. സാധാരണ എനിക്ക് 2 പിള്ളേരുണ്ട്. എന്റെ പേര് പൈസ അയച്ചു തരാതെ നിങ്ങൾ 2 പേർക്കല്ലേ നിങ്ങളുടെ മോൻ പൈസ അയച്ചു തരുന്നത്? എന്റെ കുഞ്ഞിന്റെ സ്കൂൾ ഫീസ് കൊടുത്തിട്ടില്ല, വാൻ ഫീസ് കെട്ടിയിട്ടില്ല, വീട്ടിൽ അതുങ്ങൾക്ക് കഴിക്കാൻ ഒരു ബിസ്ക്കറ്റ് ഒന്നും ഇല്ല. എല്ലാ മാസം തോറും ഇവിടുത്തെ വാപ്പാടെ പേരിലല്ലേ പൈസ അയക്കുന്നേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഉമ്മ, പിന്നെ എന്തിനാ നിങ്ങളുടെ മോനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചത്? നിങ്ങളുടെ മോടെ ഭർത്താവ് ഗൾഫിലാ, ആ ഭർത്താവ് മോടെ പേർക്കാണോ പൈസ അയക്കുന്നത്? വേറെ ആരുടെയും പേർക്കല്ലല്ലോ. പിന്നെ ഇവിടെ മാത്രം എന്തോ ഇത്ര ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങളുടെ കാര്യങ്ങൾ നടന്നാലേ എന്റെ വാപ്പായും ഉമ്മായി തന്ന സ്വർണവും പണവും കൊണ്ട് ഇവിടെ വീട് വെച്ചത്. ഈ വീട് എന്റെയും എന്റെ കുഞ്ഞിന്റെയും പേരില്ല. നിങ്ങൾ അറിഞ്ഞിക്കോ. നിങ്ങളുടെ പൊറുതി ഇവിടെ വേണ്ട. നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം മോന്. അവക്കും അവിടെ മക്കൾക്കും ചെലവുണ്ട്. അപ്പൊ നീ പ്രത്യേകം അവർക്കൂടെ പൈസ അയച്ചു കൊടുന്ന് എനിക്ക് ആഗ്രഹമില്ലയോമ്മ? എന്റെ ഭർത്താവ് എന്റെ അക്കൗണ്ടിൽ 1 രൂപ അയക്കണമെന്ന് ഏതൊരു പെണ്ണും ആഗ്രഹിച്ചു പോകത്തില്ലേ ഉമ്മ? അപ്പൊ നിങ്ങൾ എന്തോന്ന് പറയുന്നേ? നിങ്ങളൊരു പെണ്ണല്ലേ? ആണോ? എന്നെ കൊണ്ട് വരില്ല. നിങ്ങൾ ഒരു മുറ്റം തൂക്ക്. നിങ്ങളുടെ വീട്ടിൽ അടിമപ്പണിയും ചെയ്ത് ഞാനിവിടെ ഒരു വേലക്കാരിയായിട്ട് കിടക്കേണ്ട ഗതികേടൊന്നും ഇല്ല. ഞാൻ ചുമ്മാ കയറി വന്നവളൊന്നുമല്ല, കേട്ടല്ലോ. എന്റെ പേരിലുള്ള വീട്ടിലാണ് നിങ്ങൾ 2 പേരും ഇവിടെ കിടക്കുന്നത്. എന്നിട്ടിപ്പോ എനിക്കിട്ട് പണി തരുന്നോ? നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ നിങ്ങളുടെ മോന്റെ അടുത്ത്? ആ മണ്ടൻ കുടാപ്പേ അത് മനസ്സിലാക്കത്തില്ല. ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും കേക്കത്തില്ല. അത് വാപ്പാ ഉമ്മ വാപ്പാ ഉമ്മ വാപ്പാ ഉമ്മ. ആ പൊട്ടം പിന്നെ എന്തിനാ എന്നെ കല്യാണം കഴിച്ച് 2 കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് ഞങ്ങൾക്ക് 1 രൂപ പോലും അയച്ചു തരാതെ ഈ വീട്ടിലെ ജോലിക്കാരിയായിട്ട് എന്നെ എന്തിനാ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞതാ. ഞാൻ പിന്നെ ആരോടാ ചോദിക്കുന്നത്? രാവിലെ എണ്ണീറ്റ് തൂത്തുവാരി ജോലിയും ചെയ്ത് പലിവാരിച്ച് എല്ലാ സർവ്വ കാര്യങ്ങളും ചെയ്യുന്ന നിങ്ങൾ 4 നേരത്തിന് 8 നേരം ഇവിടെ ഇരുന്ന് അനങ്ങാതിരുന്ന് വെട്ടി വിഴുങ്ങുന്നു. നിങ്ങളുടെ മോന്റെ പണവും കൈപ്പറ്റിക്കൊണ്ട് എനിക്കതൊന്നും പറ്റത്തില്ല. ഇറങ്ങിക്കോ 2 പേരും. അല്ലെ മര്യാദയ്ക്ക് പോയി മുറ്റം തൂക്ക്. ഇങ്ങോട്ട് എണീച്ചു വാ. ഇവിടെ ചുമ്മാ ഇരിക്കാൻ എണ്ണീര് ഇങ്ങോട്ട്. ഇങ്ങോട്ട് എണ്ണീര് പോ. മുറ്റം അങ്ങോട്ട് തൂത്തുവാരി. എനിക്ക് നടുവിന് വയ്യ. ജോലി ചെയ്ത് എനിക്ക് നടുവിന് വയ്യ. പോ അങ്ങോട്ട്. പൊയ്ക്കാണ് ഇറങ്ങി. പോ ചൂല് ഇറക്കുന്നു. പോയി തൂര്. പൊക്കോ. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. പോ. ഇതെല്ലാം കൂടെ കൊണ്ടുപോയി കഴുകും. എനിക്ക് വാഷിംഗ് മെഷീനിൽ അഴിച്ചിട്ട് എനിക്ക് കറണ്ട് ബില്ല് കെട്ടാതെ കറണ്ട് ബില്ല് ഓഫ് ആക്കി ഇട്ടേക്കുന്നു. ആന്നോ? കഴുക കല്ലിക്കൊണ്ടിട്ട് ചുമ്മാ ഇരുന്നോണ്ട് വെട്ടി വിഴുങ്ങിയിട്ട് പിന്നെ കെട്ടിയ മോന്റെ അടുത്ത് നുണ പറഞ്ഞു കൊടുക്കുന്നത്. ഇറങ്ങിക്കോണോ 2 എണ്ണം ഇപ്പം? എന്തോ ചെയ്യരുത്. നിങ്ങൾ ഈ ചെയ്യുന്ന നല്ല പരിപാടിയാണോ? നിങ്ങൾ ഈ കാണിക്കുന്ന നല്ല പരിപാടിയാണോ? ആ പിന്നെ ഞങ്ങൾ എവിടെ ചെലവിന് പോവും? ഞാൻ എന്താ ഇവിടുത്തെ വേലക്കാരിയാണോ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? എനിക്ക് നിങ്ങളുടെ മുണ്ടും തുണിയൊന്നും കഴുകി തരേണ്ട കാര്യമില്ല. നിങ്ങൾ ആരും 10 പൈസ എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്കും തരുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നാൽ അത് വെച്ച് വലിവരിച്ച ഒരു വീട്ടു ജോലിക്കാരിയെ പോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു കരുണം കാണിക്കുന്നോ? നിങ്ങളുടെ മോൻ എന്നെ ഒന്ന് വിളിക്കുന്നോ? 10 പൈസ അയച്ചു തരുന്നു. എന്നാ നിങ്ങളുടെ മുണ്ടും തുണി കൊണ്ടുപോക്കോ. എന്നെ കൊണ്ട് കഴിയാൻ പറ്റത്തില്ല. വേലക്കാരനോ? അല്ല, ഞാൻ നിങ്ങളുടെ വേലക്കാരിയോ? കുടുംബനാഥനാണ്. നിങ്ങളുടെ മോൻ നിങ്ങളുടെ പേർക്കല്ലേ പൈസ അയച്ചു തരുന്നത്? മകനായിട്ടാണ് ഇതിന്റെ ഭർത്താവാകുന്നത്. ആദ്യം എന്റെ മകനായിരുന്നു. പിന്നെ എന്തിനാ മകനെ കൊണ്ട് പെണ്ണ് കെട്ടിപ്പിക്കാൻ പോയത്? നിങ്ങളുടെ മകനെ കൊണ്ട് എന്തിനാ ഒരു കഴിവില്ലാത്തവനെ കൊണ്ട് ആ സാധനത്തിനെ കൊണ്ട് എന്നെ എന്തിനാ കെട്ടിപ്പിക്കാൻ പോയത്?
ആണോ? അത് പുരുഷന്മാര് സ്ത്രീകളെയാണോ വിവാഹം കഴിക്കാറ്? അതുപോലെ എന്റെ മകൻ നിന്നെ വിവാഹം കഴിച്ചു പോയി. വിവാഹം കഴിച്ചെങ്കിൽ നിങ്ങളുടെ മോൻ 10 പൈസ അയച്ചു തരുന്നോ? എത്ര വർഷമായി? 10-13 വർഷം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലല്ലേ പൈസ അയക്കുന്നത്? ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾക്ക് ചെലവൊന്നും ഇല്ലേ? ഞാൻ ചോദിച്ചോട്ടെ മാമ, ഒരു പെണ്ണിന് ആഗ്രഹമില്ലേ ഒരു ഭർത്താവ് 1 രൂപ അവക്ക് സ്വന്തമായിട്ട് കൊടുക്കണമെന്ന്? ഏത് പെണ്ണ് ആഗ്രഹിക്കാത്ത? എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അത് സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നിന്നെയും നിന്റെ 2 കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നത് ഞങ്ങളാ. നിങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളുടെ മോനെ കൊണ്ട് എന്നെ കെട്ടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഒരു പെണ്ണാണെങ്കിൽ ഒരു ഭർത്താവിൽ നിന്ന് പല കാര്യങ്ങളും ആഗ്രഹിക്കും. അതല്ല നിങ്ങളുടെ മോൻ സാധിച്ചു തരുന്നോ? ഒരു കാര്യം സാധിച്ചു തരുന്നോ? ഇല്ലല്ലോ. പിന്നെ എന്തോത്തിനാ? ഇറങ്ങിക്കോ 2 എണ്ണവും. ഇതെന്റെ വാപ്പയും ഉമ്മയും എനിക്ക് തന്ന പൈസ സ്വർണം കൊടുത്തു വെച്ച വീടാ. നിങ്ങൾക്ക് ഇവിടെ താമസിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ഇറങ്ങിക്കോ ഇവിടുന്ന്, പൊക്കോ. വന്നല്ലോ, ഞങ്ങൾക്ക് ഗതികേട് വന്നല്ലോ. എന്താ മനുഷ്യ പോറ്റി വളർത്താനേ ഇപ്പൊ സ്വാതന്ത്ര്യമുള്ളൂ. അത് കഴിഞ്ഞാൽ ഭാര്യമാര് വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒന്നും യാതൊരു സ്ഥാനമില്ലാത്ത ലോകമാണിത്. എന്നാലും നാളെ തൊട്ടേ ഞാൻ എന്റെ പിള്ളേരെ സ്കൂളിൽ വിടുന്നില്ല, കേട്ടല്ലോ? അതിന് സ്കൂളിൽ കയറ്റി പോണ്ടെന്ന് പറഞ്ഞു. ഫീസ് കൊടുക്കാത്തതോ കൊണ്ടോ വാനിലെ കിളി വിളിച്ചു പറഞ്ഞു വിടണ്ടാന്ന്. നിങ്ങൾക്ക് 2 പേർക്ക് സമാധാനമായല്ലോ. ദാ ഇങ്ങനൊക്കെ ഈ ഫാൻ ഇട്ടരിച്ച് ഈ കൊണ്ടുപോയി നിങ്ങൾക്ക് കറണ്ട് ബില്ല് കെട്ടുന്നതിന് കുഴപ്പമില്ല. കൊതുകടി കുറച്ച് കൊള്ളു. അയ്യോ, ഇപ്പോഴത്തെ കാലത്ത് മക്കളെ പോറ്റി വളർത്താനേ ഉള്ളു. വലുതായി അവരൊരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥാനമില്ല വാപ്പായ്ക്കും ഉമ്മായ്ക്കും. നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നില്ല, അതല്ലേ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടുന്ന് കെട്ടിയെടുത്തോന്ന് വെച്ചാൽ എല്ലാം ദൈവവിധിയാണ്. പടച്ചവൻ തീരുമാനിക്കുന്നത് നടക്കും. അത് തന്നെ. പെണ്ണുമ്പിള്ള എന്റെ വീട്ടിൽ മുതുക്ക എന്റെ വീട്ടിൽ കയറി ഇരുന്നോണ്ട് തോന്നിവാസം പറയരുത്. ഇറങ്ങിക്കോണം ഇവിടുന്ന്, കേട്ടല്ല? ഇറങ്ങണോ എന്റെ വീട്ടിൽ നിന്ന്? നീ ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട്. അവളെ വീട്ടിൽ ഇനി നിൽക്കണ്ട. എന്നെ കെട്ടിയെടുത്തോണ്ട് വന്നെന്ന് പറയുന്ന എന്റെ വീട്ടിൽ കാണോ മാനോ ഉണ്ടോ? നീ ഇങ്ങോട്ട് വാ, അവളെ വീട്ടിൽ നിൽക്കണ്ടെന്ന് കേട്ടോ. ഇറങ്ങിക്കോ 2 കൂടെ. വല്ല അനാഥ മന്ദിരത്തിലോ പോയി നിൽക്കാം. എവിടെ പോയി തല ഇന്ന മുണ്ടെന്ന് ഏത് സാധനത്തിലോ പൊക്കോ. ഏത് സാധനത്തിൽ വേണമെങ്കിലും പൊക്കോ. തിരിഞ്ഞു പോലും നോക്കരുത്. പൊക്കോണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങി ആസത്തുകള്. ഇതാണ് നമ്മുടെ വീടും. പൊക്കോണം, തിരിഞ്ഞു പോലും നോക്കരുത്. മരുമകള് വന്ന് കീഴടക്കി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വീടും പോയി, സ്ഥലവും പോയി, നമ്മൾ തെരുവിലായി. ഇനി നമ്മളെ വീടല്ലേ ഇപ്പൊ, അവളെ വീടല്ലേ ഇപ്പൊ, അവളെ വീടാണ്. നമുക്കെല്ലാം നഷ്ടപ്പെട്ട്. ഇതാണ് നമ്മൾ വല്ല വൃദ്ധസദനത്തിലോ മറ്റോ പോവാം, അല്ലാണ്ട് എന്ത് ചെയ്യുന്നു? അയ്യോ, എന്തോ പറ്റി ആന്റി? ഇച്ചിരി വെള്ളം ഉണ്ടോ? അവര് വീണതാണോ? ചെറുതായിട്ട് വീണതാ, കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് ഞാൻ വണ്ടി കൊണ്ടുപോകാം.
ഇരുന്നോ അങ്കിളിനെ താങ്ങി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ ഒന്ന് എത്തിച്ചേരാം മക്കളെ. ആകെ ദേഷ്യമുണ്ട് ഈ കിളവന്റെ വർത്താനം കാണിച്ചതും മനുഷ്യൻ. അങ്കിളെ അങ്കിളിന് എന്ത് പറ്റി അങ്കിളെ? ഇവിടെ വീണല്ലോ, എന്ത് പറ്റിയതാ? ഒന്നും പറയണ്ട. ഞാന് എന്റെ വസ്തു പുരയിടവും എന്റെ മകനെ വിശ്വസിച്ച് അവന്റെ പേരിൽ എഴുതി കൊടുത്തുപോയി. അവനത് ഞങ്ങളറിയാതെ അവന്റെ ഭാര്യയുടെ പേരൊക്കെ എഴുതി കൊടുത്തു. ഇന്നിതാ എന്നെയും എൻ്റെ ഭാര്യയെയും അവന്റെ ഭാര്യ ഞങ്ങളുടെ മരുമകള് അടിച്ച് തെരുവിലാക്കിയിരിക്കുന്നു. അങ്ങനെ പോവുകയാണ്. അങ്കിളെ എന്തിനാ ബുദ്ധിമോശം കാണിച്ചത്? നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ മോൻ എഴുതി കൊടുത്തിട്ടല്ലേ മോൻ രഹസ്യമായിട്ട് ഭാര്യയുടെ പേര് എഴുതി കൊടുത്തത്? നിങ്ങളുടെ വക നിങ്ങൾ മോനായാലും മോളായാലും നിങ്ങളുടെ വക മറ്റൊരാൾക്ക് എഴുതി കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് അടിമയാ. നിങ്ങളുടെ കാലശേഷവും വെച്ച് എഴുതി കൊടുക്കാൻ പാടില്ല. കാലശേഷം വെച്ച് എഴുതി കൊടുത്താലും നിങ്ങൾക്ക് ദോഷമാണ്. കാരണം പിന്നെ അവർ നിങ്ങൾ ഏത് നിമിഷവും നിങ്ങളെ ഇറക്കി വിടും. അവർക്കൊരു ഭയവും ഇല്ല, സ്നേഹവും ഇല്ല, ബഹുമാനവും ഇല്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ആ വസ്തു അവർക്ക് തന്നെ കിട്ടുമെന്നും പറഞ്ഞ് അവർ നിങ്ങളെ അടിമയാക്കും. അതുകൊണ്ട് നിങ്ങളുടെ കാലശേഷം വെച്ച് മക്കൾക്കോ അല്ലെങ്കിൽ ആർക്ക് വേണേലും കൊടുക്കുകയോ എടുക്കുകയോ ചെയ്തോട്ടെ. നിങ്ങൾ ജീവനോട് ഇരുന്നപ്പോൾ നിങ്ങളുടെ സ്വത്തുക്കൾ എന്തിനാ നിങ്ങളുടെ മോന്റെ പേര് എഴുതി കൊടുത്തത്? അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഇപ്പൊ അങ്കിളിനും ആന്റിക്ക് ഈ അവസ്ഥ വന്നത്. ബുദ്ധിമോശമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ഏതായാലും ഞങ്ങൾക്ക് പറ്റിയ ഏതായാലും ഞാൻ ആശുപത്രിയിലാക്കാം. നിങ്ങൾ ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുക. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോവാ. മോനെ വിശ്വസിച്ച് കൊടുത്തെങ്കിൽ ആ മോനെ പിന്നെ നിങ്ങളെ ആലോചിക്കാതെ മോന്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുത്തു. അതുകൊണ്ടല്ലേ ഇന്ന് നിങ്ങളെ ഇറക്കി വിട്ട് നിങ്ങൾ ഇന്ന് നടുത്തെരുവിലായത്. അപ്പൊ ബുദ്ധിമോശം ഒരിക്കലും കാണിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിലിരിക്കേണ്ടത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ഞാൻ എന്തായാലും ആശുപത്രിയിലാക്കി തരാം. അങ്ങള് വിഷമിക്കണ്ട, ആന്റി കരയണ്ട കേട്ടോ, കരയാതിരിക്കും. അങ്ങളെ അസ്വസ്ഥത വല്ലതും ഉണ്ടോ? ഉണ്ടോ? നെഞ്ചിന് വേദനയുണ്ടോ?